ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫിഷിംഗ് റോഡുകളുടെ ഗൈഡ് പോയാൽ എന്ത് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ടെലിസ്കോപ്പിക് റോഡുകളൊക്കെ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ ടോപ്പിലെ ഗൈഡ് എല്ലാവരുടെയും ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു കൊല്ലത്തിനകത്ത് ഒടിഞ്ഞു പോകും. ഞാനിത് സ്കൂടെക്സ് ഒക്കെ ഉപയോഗിച്ചായിരുന്നു നല്ലപോലെ സ്കൂടെക്സ് ഉപയോഗിച്ച് പെയിൻറ്റിങ് പോലെ ചെയ്തിട്ടാണ് ഞാൻ കടലിൽ മീൻ പിടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്നിട്ട് പോലും ഇതിപ്പോൾ 2 കൊല്ലം ആയപ്പോഴത്തേക്ക് അത് ഒടിഞ്ഞു പോയി. അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഒടിഞ്ഞു പോകേണ്ടതായിരുന്നു. ഇതിപ്പോൾ 2 കൊല്ലം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചു, ഇതിപ്പോൾ ഒടിഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഇത് മാറ്റിയിട്ട് പുതിയ ഒരെണ്ണം ഞാൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ഉടായ്പിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അതിൻ്റെ സെയിം സാധനം എൻ്റെ ഇല്ല. അപ്പോൾ ഞാൻ ഒരു ഉടായ്പ എൻ്റെ ഇരിക്കുന്ന ഒരു പരിപാടി വെച്ച് ഞാനത് താൽക്കാലികമായി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു വലിയ സെറ്റിപ്പനാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റിപ്പനേക്കാളും വലിയത് വണ്ണമുള്ള നല്ല കട്ടി കൂടിയ സെറ്റിപ്പൻ, അത് ഉപയോഗിച്ചാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ഒടിഞ്ഞു പോയ ഇതിൻ്റെ ആ അടിവശത്തെ ആ ക്ലിപ്പ് അവിടെ ഇരിപ്പുണ്ട്, അത് ഊരിക്കളയണം. അതിന് നമ്മൾ സിഗരറ്റ് ലാമ്പ് ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കുക. അതിനുശേഷം പ്ലെയർ വെച്ചൊന്ന് തിരിച്ചാണ് ഇങ്ങനെ ഊരിയെടുത്താൽ വളരെ സിമ്പിളാണ്. ഊരിയെടുത്ത് ഇത്രയുള്ള കാര്യം, വളരെ സിമ്പിളായിട്ട് ഇത് ഊരാം. വെറുതെ പ്ലെയർ വെച്ച് പിടിച്ച് വലിച്ച് കടിച്ച് കട്ട് ചെയ്തൊന്നും കളയരുത്. പലരും കട്ട് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്, അതിനൊന്നും ആവശ്യമില്ല. സിഗരറ്റ് ലാമ്പ് വെച്ച് ജസ്റ്റ് ഊരിയാൽ മതി. അതുപോലെ തന്നെ ഇത് ഏത് ഗൈഡ് ഊരണമെങ്കിൽ സിഗരറ്റ് ലാമ്പ് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് ഒരു തിരിച്ചാൽ ഈ ഗൈഡുകളെല്ലാം ഊരിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സെയിം ഗൈഡ് ഇപ്പോൾ എൻ്റെ തൽക്കാലം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സെറ്റിവൻ വെച്ച് ഉടായ്പ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത്. സെറ്റിവൻ നല്ല കട്ടി കൂടി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യുക. ഈ സെറ്റിവൻ ഇനി നമ്മൾ ചെറിയ രീതിയിൽ മുന്നോട്ട് വളയ്ക്കുക. വളച്ചിങ്ങനെ കൊണ്ടുവരണം. അതിനുശേഷം ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ ഒരു നൂല് ഉപയോഗിച്ച് കെട്ടി കറക്റ്റ് ചെയ്യണം. നമ്മൾ അത് ക്ലിയർ ചെയ്ത് കട്ട് ചെയ്ത് അതിൻ്റെ നീളമെല്ലാം കറക്റ്റായിട്ട് കുറയ്ക്കുക. അതിനുശേഷം അത് ഇതിനോട് ചേർത്ത് പിടിച്ചിട്ട് ഒരു ബ്രൈഡൽ ലൈൻ ഉപയോഗിച്ച് കെട്ടുക. ഞാനൊരു ബ്രൈഡൽ ലൈൻ ഇതിൻ്റെ അറ്റത്ത് കെട്ടിയിട്ടുണ്ട്, അത് ഉപയോഗിച്ച് കെട്ടുക. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മളത് കറക്റ്റായിട്ട് അതിനോട് ചേർത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. ഇനി എന്നിട്ട് ഇതൊന്നുകൂടെ ക്ലിയർ ചെയ്യണം. ഇതിൻ്റെ ഈ സൈഡുകളെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് എംസീലും അറാൾഡേറ്റൂടെ മിക്സ് ചെയ്ത് അത് കോട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഇനി എംസീലിൻ്റെ അറാൾഡേറ്റിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ അതിലോട്ട് തേക്കാൻ പോവുകയാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഇങ്ങനെയാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇതൊരു 10-15 അരമണിക്കൂർ കൊണ്ട് ഇത് ഒട്ടി നല്ല ക്ലിയർ ആയി കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഫിഷിംഗ് റോഡുകളുടെ ടോപ്പ് വല്ലതും കേടായാൽ ഫിക്സ് ചെയ്യുന്ന രീതി. എടുത്ത് കളഞ്ഞിട്ട് പുതിയത് ഫിക്സ് ചെയ്യുന്ന രീതി. ഒറിജിനൽ കിട്ടുമെങ്കിൽ പിന്നെ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിപ്പോൾ ഒറിജിനൽ എനിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉടായ്പിൽ ചെയ്ത് വെക്കുന്നത്. പലരും ഇങ്ങനെ ചെയ്യാറുണ്ട്. സെറ്റിപ്പൻ ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ലൈൻ ഉരഞ്ഞ് പൊട്ടത്തൊന്നുമില്ല. നല്ല ഗ്ലൈസിംഗ് ഉള്ള നല്ല സ്റ്റീലിൻ്റെ ആണ്, കനം കൂടിയ നമ്മൾ പിന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ഇടുക. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും.